ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ആപ്പിൾ കസ്റ്റാർഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആപ്പിൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. 4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം. അതിനായി ആപ്പിളിൻ്റെ നടുവിലുള്ള നാര് പോലെയുള്ള ഒരു ഭാഗം കാണാം. ഇത് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഉരുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ കഷ്ണങ്ങൾ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 ബദാം ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. കറുവപ്പട്ട പൊടിച്ചത് 1/4 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ സ്പൂണ് നിറച്ച് എടുക്കാം കേട്ടോ. കൂടിയാൽ കുഴപ്പമില്ല, കുറഞ്ഞു പോയാലാണ് പ്രശ്നം. ഇനി നമുക്കിതിലേക്ക് 1 ലിറ്റർ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൽ കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല. പാൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം തണുത്തതിന് ശേഷമാണ് കസ്റ്റാർഡ് പൗഡർ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. ചൂടുപാലിൽ കസ്റ്റാർഡ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കട്ടകളായി പോകും, നന്നായിട്ട് അലിഞ്ഞു കിട്ടില്ല. ഇനി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇളക്കി യോജിപ്പിച്ചെടുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിരിക്കണം. ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 6 മിനിറ്റ് സമയമെങ്കിലും എടുക്കും ഇത് നന്നായിട്ട് കുറുകി വരാനായിട്ട്. ഇനി നമുക്കൊരു 5 ഏലക്കായ പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ കസ്റ്റാർഡ് തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതിയയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.